എല്ലാവരും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ട്രൈ ചെയ്യാറുണ്ടോ? എല്ലാവരും പ്ലീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ റെഫറി ആയിട്ട് നിന്നിട്ട് റെസ്ക്യൂ ചെയ്യാനൊക്കെ പോകാറുണ്ടോ? ഇതൊക്കെ ചെയ്താലും നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇത് നിങ്ങളുടെ ഇമോഷണൽ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് കാരണമാണ്. വളരെ ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ചു, അതായത് ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ച, എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത, ചിലപ്പോൾ എല്ലാവരും എന്നെ സ്നേഹിക്കും. പക്ഷെ ഈ ഒരു പഠനത്തിൽ ആ കുട്ടി വേറൊരു കാര്യം കൂടെ ചെയ്യാണ്. സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം ഇമോഷൻസിനെ സപ്രസ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി വലുതാവുമ്പോൾ ഒരു കാര്യത്തിന് നോ പറയില്ല. എല്ലാവരുടെയും ഇമോഷൻ പോലും തല കയറ്റി വയ്ക്കും. പക്ഷെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അറിയാത്തൊരു കുട്ടിയായിട്ട് മാറും. ഇങ്ങനൊരാളാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യാം? നോ എങ്ങനെ ഹെൽത്തി ആയിട്ട് പറയാൻ പഠിക്കാൻ. ഇത്ര മാത്രമേ ചെയ്യണ്ടൂ. എപ്പോഴും ഒരാൾ തന്നോട് ഹെൽപ്പ് ചോദിക്കാൻ വരുമ്പോൾ, ഒരു സിറ്റുവേഷനെ റെഫർ ആയിട്ട് നിൽക്കാൻ തോന്നൽ വരുമ്പോൾ ആസ്ക് യുവർ സെൽഫ്, ഞാൻ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടോ? ഈ ഹെൽപ്പ് കാരണം എൻ്റെ ടൈമാണോ വേസ്റ്റ് ആവുന്നത്? ഡു ഐ റിയലി വോണ്ട് ദിസ് ടു ഹാപ്പൻ? ഇതെന്നെ എക്സോസ്റ്റ് ആണോ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളിലൂടെ സ്വയം എൻ്റെ ഇന്നർ വോയിസ് ആയിട്ട് കണക്ട് ചെയ്യുക, സ്വയമായിട്ട് കണക്ട് ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഹെൽത്തി ആയിട്ട് ബൗണ്ടറീസും സെറ്റ് ചെയ്യാം. അതുമാത്രമല്ല, നമുക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനും കണക്ട് ചെയ്യാനും സാധിക്കും.